നമസ്കാരം. മുകേഷ് അംബാനി ജിയോയുടെ നിരക്ക് വർദ്ധിപ്പിച്ചത് മുതൽ പ്രതിസന്ധിയിലാണ് പൊതുജനങ്ങൾ. ജിയോയുടെ കസ്റ്റമേഴ്സാണ് ഭൂരിഭാഗം പേരും ഉള്ളത് ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ അവർ എത്ര രൂപ കൂട്ടിയാലും അത് മുടക്കാൻ നിർബന്ധിതരാവുകയാണ് ഇവിടുത്തെ പൊതുജനങ്ങൾ. അവിടെയാണ് ഇപ്പോൾ വീണ്ടും BSNL രക്ഷകനായി എത്തുന്നത്. ഇതിനെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ BSNLന്റെ ഓരോ പ്ലാനുകളും. BSNL ഇത്തരത്തിൽ പുതിയ പ്ലാനുകൾ അവതരിപ്പിച്ച കുതിപ്പ് തുടരുന്നതിനാൽ തന്നെ ജിയോയുടെ പ്രീമിയം കസ്റ്റമർമാർ ഇപ്പോൾ BSNLിലേക്ക് തിരികെ വരികയാണ്. BSNL 5G സേവനങ്ങൾ കൂടി പ്രഖ്യാപിച്ചതോടെ ശരിക്കും ജിയോ വിരണ്ടു പോയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നഷ്ടമായ യൂസർമാരെ എങ്ങനെയും തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ജിയോ. പക്ഷേ BSNL തുടർച്ചയായ നീക്കങ്ങളുമായി ജിയോയെ പിന്നിലാക്കിയിരിക്കുകയാണ്. രാജ്യത്തെ എല്ലാ ടെലികോം സർക്കിളിലും 4G സർവീസുകളാണ് BSNL ആരംഭിക്കാൻ പോകുന്നത്. ചില സംസ്ഥാനങ്ങളിൽ BSNLന്റെ 4G സർവീസുകൾ ആരംഭിച്ചും കഴിഞ്ഞു. അതിവേഗ ഇന്റർനെറ്റ് തന്നെ ഇതിലൂടെ യൂസർമാർക്ക് ലഭ്യമാകുന്നതാണ്. ഇതിന്റെ ഭാഗമായി BSNLന്റെ ഏറ്റവും പുതിയൊരു റീചാർജ് പ്ലാൻ വലിയ ചർച്ചയായിരിക്കുകയാണ്. 160 ദിവസത്തെ വാലിഡിറ്റിയാണ് ഈ പ്ലാനിൽ ഉള്ളത്. ഇത്രയും ദിവസം 320 GB ഡാറ്റ യൂസർമാർക്ക് ലഭിക്കുന്നതാണ്. ഈ പ്ലാനിനായി ചെലവാക്കേണ്ടത് വെറും 987 രൂപയാണ്. പ്രതിദിനം 2 GB അതിവേഗ ഡേറ്റയാണ് ഈ പ്ലാനിൽ നിന്ന് ലഭിക്കുക. ഓരോ ദിവസവും 100 SMS വീതവും ലഭിക്കുന്നതാണ്. ഇതിപ്പോൾ എയർടെല്ലിലും ജിയോയിലുമാണെങ്കിൽ ഈ ഒരു പ്ലാൻ റീചാർജ് ചെയ്യണമെങ്കിൽ ഇതിലും വലിയ തുക തന്നെ ചിലവിടേണ്ടി വരും. ഈ പ്ലാൻ പ്രകാരം പോക്കറ്റ് കീറാതെ ഡാറ്റയും കോളുമെല്ലാം ലഭിക്കുന്നതാണ് BSNL വഴി. അതേസമയം ഈ പ്ലാനിൽ ഡേറ്റ മാത്രമാണ് ലഭിക്കുകയെന്ന് കരുതരുത്. വേറെയും ധാരാളം ഗുണങ്ങൾ BSNL യൂസർമാർക്ക് നൽകുന്നുണ്ട്. 160 ദിവസത്തേക്ക് ആരെ വേണമെങ്കിലും നമുക്ക് വിളിക്കാൻ സാധിക്കും. കാരണം കോളുകൾ അൺലിമിറ്റഡ് ആണ്. ഏത് നെറ്റ്വർക്കിലേക്ക് വേണമെങ്കിലും വിളിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സൗജന്യ റോമിങ്ങും ഈ പ്ലാനിൽ നൽകുന്നുണ്ട്. ഇന്ത്യയിലുടനീളം നിങ്ങൾക്ക് റോമിംഗ് ചാർജുകൾ നൽകേണ്ടി വരില്ല. വാല്യൂ ആഡഡ് സർവീസുകളുമായി സിംഗ് മ്യൂസിക്, BSNL ട്യൂൺസ് എന്നിവയെല്ലാം ലഭിക്കുകയും ചെയ്യും. അധികം വൈകാതെ തന്നെ 5G സർവീസുകളും കമ്പനി ആരംഭിക്കും. ഇതിനോടകം തന്നെ പദ്ധതി തുടങ്ങിയിട്ടുണ്ട് BSNL. 4G 5G സർവീസുകൾക്കായി പുതുതായി ആയിരക്കണക്കിന് മൊബൈൽ ടവറുകളാണ് എല്ലാ ടെലികോം സർക്കിളുകളിലും BSNL സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ടെസ്റ്റിങ്ങും ആരംഭിച്ചു കഴിഞ്ഞു. വരും മാസങ്ങളിൽ 5G സർവീസുകൾ എല്ലാവരിലേക്കും എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. MTNLും BSNLന്റെ ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ജിയോയും എയർടെല്ലും വലിയ രീതിയിൽ നിരക്ക് വർദ്ധിപ്പിച്ചതിലൂടെ സാധാരണക്കാർക്ക് റീചാർജ് ബുദ്ധിമുട്ടേറിയതായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ടെലികോം വിപണിയുടെ ആദ്യ 2 സ്ഥാനങ്ങളും കൈയാളുന്ന ജിയോയുടെയും എയർടെല്ലിൻ്റെയും തീരുമാനത്തിനനുസരിച്ചാണ് മറ്റ് ടെലികോം സേവന ദാതാക്കളും വില ഈടാക്കുന്നത്. പൊതുജനം ഈ പണം മുടക്കാൻ നിർബന്ധിതരാവുകയല്ലാതെ മറ്റ് വഴികളൊന്നുമില്ല. ഇവിടെയാണ് ടെലികോം രാജാക്കന്മാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കൂട്ടത്തോടെ ആളുകൾ BSNLിലേക്ക് വീണ്ടും ചേക്കേറുന്നത്. ഈ അവസരം BSNLും പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ വലിയ തിരിച്ചടിയായിരിക്കും ജിയോയ്ക്കും എയർടെല്ലിനും ഉണ്ടാവാൻ പോകുന്നത്. ചെറിയ ചെലവിൽ ഡാറ്റയും കോളുകളുമെല്ലാം BSNL നൽകുന്നതോടെ ജിയോയുടെ വിപണിയിലെ അപ്രമാദിത്വവും ഇല്ലാതെയാകും. കൂടുതൽ കസ്റ്റമർമാർ തിരിച്ചെത്തുമെന്നും പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു രംഗത്ത് മത്സരം കടുക്കുന്നത് ഏറെ ഗുണകരമാകുന്നത് പൊതുജനങ്ങൾക്ക് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.